ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു പുഡിംഗ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ബനോഫി പൈ. ഇത് ബേസ് ലെയർ ബിസ്ക്കറ്റ് വെച്ചാണ് ചെയ്യുന്നത്. അതായത് ആ ഒരു ഔട്ടർ ക്രസ്റ്റ് ബിസ്ക്കറ്റ് വെച്ചാണ് നമ്മൾ തയ്യാറാക്കുന്നത്. പിന്നെയുള്ള ഇൻഗ്രീഡിയൻസ് പഴം, ടോഫി, വിപ്പിംഗ് ക്രീം. വിപ്പിംഗ് ക്രീമും ടോഫിയും കൂടെ ചേരുമ്പോൾ വളരെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ റോഷ്നിയാണ് ആൻഡ് യു ആർ വാച്ചിങ് ടിങ്കിൾസ്. ബനോഫി പൈ തയ്യാറാക്കാനായിട്ട് നമുക്ക് ടോഫി ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം നമുക്കതൊന്ന് റെഡിയാക്കാം. ഇതുപോലെ 200 ഗ്രാമിൻ്റെ അമുലിൻ്റെ കണ്ടൻസ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ വെള്ളം ഈ ടിന്നിൻ്റെ മുകളിലായിട്ട് നിൽക്കണം. ഇനി നമുക്ക് ഇത് കുക്കർ അടച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. 2 വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അരമണിക്കൂർ കൂടെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 2 വിസിൽ കേട്ടിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അരമണിക്കൂർ കൂടെ ഇത് കുക്ക് ചെയ്യാം. എന്നിട്ട് കുക്കർ നന്നായിട്ട് തണുത്തിട്ടാണ് നമ്മളിത് ഓപ്പൺ ചെയ്യുന്നത്. ഒരു 3-4 മണിക്കൂർ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചേക്കാം. ഫസ്റ്റ് ലെയർ നമ്മൾ ബിസ്ക്കറ്റ് വെച്ചാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 300 ഗ്രാം ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. മാരി ബിസ്ക്കറ്റ് എടുത്താലും മതിയാവും. അപ്പോൾ അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിപ്പോൾ നല്ല ഫൈൻ പൗഡർ ആയിട്ടല്ല പൊടിച്ചിട്ടുള്ളത്, ചെറിയ തരിയോട് കൂടിയാണ്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് മെൽറ്റഡ് ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ അൺസോൾട്ടഡ് ബട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ ഒന്ന് സെറ്റായിട്ട് ഇരിക്കാനാണ് ഈ ഒരു ബട്ടർ കൂടെ ചേർക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഒന്ന് സെറ്റായിട്ടിരിക്കാനുള്ള ആ ഒരു ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്നൊന്ന് നോക്കാം. ഞാൻ ഇതുപോലെ 7 ഇഞ്ചിൻ്റെ ഒരു പൈ ടിന്നിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ പൈ ടിൻ ഇല്ല എങ്കിൽ പുഡിംഗ് ട്രേ ആയാലും മതി. അപ്പോൾ ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ബിസ്ക്കറ്റ് ആദ്യം ഇട്ടിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബോട്ടം ലെയർ അത്യാവശ്യം തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടിന്നിൻ്റെ സൈഡിലും കൂടെ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് കുറച്ചധികം തന്നെ റെഡിയാക്കി വെച്ചതുകൊണ്ട് നല്ല തിക്കായിട്ട് തന്നെ ഇതുപോലെ വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. ഞാനിതുപോലെ സ്പൂണിൽ ബിസ്ക്കറ്റ് പൊടിച്ചതെടുത്തിട്ട് സൈഡിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ഫുള്ള് കവർ ചെയ്തെടുക്കാം. അപ്പോൾ സൈഡെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഗ്ലാസ് വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഫോഴ്സിൽ പ്രസ് ചെയ്യേണ്ട, നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാനുള്ളതാണ്. ഓക്കെ, ഇത് മതി. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ടോഫി ഒന്ന് തുറന്നു നോക്കാം. ഇതിപ്പോൾ നല്ല തണുത്തതിന് ശേഷമാണ് തുറക്കുന്നത്. ഇത് കുക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് കുക്കർ തുറന്ന് നമ്മളിത് പുറത്തെടുക്കുന്നത്. ഈ ഒരു ടിന്നും നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് തുറക്കുന്നത്. പിന്നെ ഈ ഒരു ടോഫി വേണമെങ്കിൽ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെക്കാം. ഇപ്പോൾ തലേ ദിവസം തന്നെ കുക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ അടുത്ത ദിവസം കുക്കർ തുറന്ന് എടുത്താൽ മതിയല്ലോ. അപ്പോഴേക്കും നല്ല തണുത്തിരിക്കുകയും ചെയ്യും. നമുക്ക് സ്പൂൺ വെച്ചതൊന്ന് സ്മൂത്താക്കി എടുക്കാം. കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ഇളക്കിയാൽ മതിയാവും. നല്ല സ്മൂത്തായിട്ട് വരും. അപ്പോൾ കണ്ടൻസ് മിൽക്ക് കുക്കായിട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ലെയർ. അപ്പോൾ നല്ല സ്മൂത്താക്കി എടുക്കാം. ഇപ്പോൾ ഇത് നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ നിന്നും നമ്മുടെ ആ ഒരു പൈ ടിന്ന് പുറത്തെടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഈ ഒരു
ടോഫി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബിസ്ക്കറ്റിൻ്റെ ലെയർ നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്തായിട്ടാണ് നമ്മൾ ഈ ഒരു ടോഫി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വളരെ തിന്നായിട്ടൊരു ലെയർ ടോഫിയാണ് ഇതിൻ്റെ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്. സൈഡിലൊന്നും വെക്കുന്നില്ല, സെൻറ്ററിൽ മാത്രം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും ഫ്രിഡ്ജിലേക്ക് വെക്കാം. 1 കപ്പ് വിപ്പിംഗ് ക്രീം ഇതുപോലൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ കേക്കിന് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന പോലെ അത്ര സ്റ്റിഫ് ആകേണ്ട കാര്യമില്ല, കുറച്ചൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, ഇത് മതിയാവും. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടോഫി കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇതിപ്പോൾ ടിന്നിൽ ബാക്കിയുള്ള ടോഫിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. വേറെ പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല. ടോഫിയുടെയും വിപ്പിംഗ് ക്രീമിൻ്റെയും മധുരമാണ് ഈ ഒരു പുഡിങ്ങിനുള്ളത്. ഇപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ബനാനയും ടോഫിയും കൂടെ ചേർന്നാണ് ബനോഫി എന്നുള്ള പേര് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു പഴം എടുത്തിട്ടുണ്ട്. ഇതുപോലെ റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് വളരെ തിന്നായിട്ട് നമുക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഇപ്പോൾ പൈ ടിൻ ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴം ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോ പീസായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ടോഫി മിക്സ് കംപ്ലീറ്റ് ആയിട്ടും ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനി നല്ല രീതിയിലൊന്ന് ലെവൽ ചെയ്തെടുക്കാം. കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിന് പകരം ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചിട്ട് അത് വെച്ച് ഡെക്കറേറ്റ് ചെയ്താലും മതി. അങ്ങനെ നമ്മുടെ ബനോഫി പൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. കുറഞ്ഞത് ഒരു 4 മണിക്കൂറെങ്കിലും ഇത് നന്നായിട്ട് തണുപ്പിച്ചിട്ട് എടുക്കാം. ഇതിപ്പോൾ 6 മണിക്കൂർ നന്നായിട്ട് തണുപ്പിച്ചിട്ടാണ് ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പൈറ്റിനിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ സൈഡിൽ ആ കവറിങ് മാറ്റാനായിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ ബനോഫി പൈ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇനി ഈ പൈറ്റിൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് പുഡിംഗ് ട്രേയിലോ അല്ലെങ്കിൽ നമ്മൾ ഐസ്ക്രീമൊക്കെ സെർവ് ചെയ്യുന്ന ചെറിയ ചെറിയ ബൗൾസ് ഉണ്ടാവുമല്ലോ വീട്ടിൽ, അതിലും നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ ഐസ്ക്രീം ബൗൾസിലാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഒരു 7-8 ഐസ്ക്രീം ബൗളിൽ കൊള്ളാനുള്ള ആ ഒരു ക്വാണ്ടിറ്റി ഇതിലുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് സെർവ് ചെയ്യാമല്ലോ. അപ്പോൾ ടോഫിയും ബനാനയും വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും കൂടെ ചേരുമ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു പുഡിങ്ങാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.